പിള്ളേർക്ക് ഇത് കറക്റ്റ് ആയിട്ട് അറിയാം. പലപ്പോഴും പാരന്റ്സ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ആപ്പും ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഒരു സിസ്റ്റം ഈ ക്ലിയർ ആളിൽ ഡിലീറ്റ് ചെയ്ത് എങ്ങനെയാണെന്നും ഒക്കെ മോനറിയാം അല്ലേ? മറ്റേത് ഡിലീറ്റ് ചെയ്ത് അമ്മ തിരിച്ചെടുക്കുമെന്നും അത് കറക്റ്റ് ആയിട്ട് അവർക്കറിയാം. പിന്നെ ഈ പറഞ്ഞ കുട്ടികളെ ഏറ്റവും കൂടുതൽ സൈബർ തട്ടിപ്പുകാർ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ചൂഷണം ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ട് പ്രധാനപ്പെട്ട കാരണം പ്രധാനമായിട്ട് ഇവർക്ക് വരാൻ സാധ്യതയുള്ള അപകടം എന്താണ് അങ്ങനെ അഭിപ്രായത്തിൽ? ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവര് ഡേറ്റിംഗ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ട്. മുതിർന്ന ആളുകൾക്കാണ് ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഉപയോഗിക്കുന്നുണ്ടോ? ഒരുപാട് പേര്. പ്രത്യേകിച്ച് ഗേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ചൂഷണം ചെയ്ത കേസുകൾ നമ്മുടെ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഡേറ്റിംഗ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് പാരന്റ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ആ ആപ്പ് അതിൽ കാണില്ല. ഇവർക്ക് പലപ്പോഴും ഇവർ ചാറ്റ് ചെയ്യുന്ന ആളുകൾ ഇത്തരം ആപ്പുകളിലേക്ക് കയറാൻ ഏജ് ലിമിറ്റ് പ്രശ്നം എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാമല്ലോ. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണതാണ് അതിനകത്ത് കാണിക്കുന്ന ഏജ്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പൊ ഇന്ന് ഇവിടെ കേരളത്തില് ഓപ്പറേഷൻ P100 എന്ന് പറഞ്ഞൊരു ഡ്രൈവ് കേരള പോലീസ് നടത്തിയിരുന്നു. 2017 തൊട്ട് ഈ വർഷം വരെ കണ്ടിന്യൂസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രൈവില് പിടിച്ചെടുത്ത ഇമേജുകളും വീഡിയോകളും നമ്മളുടെയൊക്കെ കുടുംബത്തിലുള്ള കുട്ടികളുടെ ഇമേജുകളാണ്. ഈ പറഞ്ഞ ഇമേജുകൾ എങ്ങനെ ഈ പറഞ്ഞ ഈ അക്യൂസ്ഡിന്റെ കയ്യിലെത്തി? ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകളുടെ നിന്ന് പിടിച്ചെടുക്കുന്ന മൊബൈൽ ഫോണുകളും ഡിജിറ്റൽ ഡിവൈസുകളും മൊത്തം ഇത്ര ഇമേജുകളാണ്, ഇത്തരം വീഡിയോകളാണ്. അപ്പൊ ഇതെല്ലാം ഒന്നില്ലെങ്കിൽ ഗെയിമിങ്ങിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്ത് കളക്ട് ചെയ്യുന്ന മൊത്തം ഇമേജുകളാണ് ഇവർ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു സുപ്രഭാതത്തിൽ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പോലീസ് വന്ന് പിടിച്ചോണ്ട് പോണേണ്. അപ്പൊ അവര് ഞാൻ പറഞ്ഞു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ ഇത്തരം ഇമേജുകൾ വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.